കൂട്ടുകാർക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കൂട്ടുകാരെയും ഒന്ന് ബോറടിപ്പിച്ചിട്ട് പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് അതിന് മുമ്പ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത്. കൂട്ടുകാരെ, എല്ലാവർക്കും ഇത് ബോറിംഗ് ആയിട്ട് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാനിത് പറഞ്ഞിട്ട് കിടന്നുറങ്ങുകയാണ്. ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ആയിരുന്നു. ഭരണസമിതി അംഗങ്ങളുടെയും പ്രസിഡൻറ്റുമാരുടെയൊക്കെ ആയിരുന്നെങ്കിൽ സെക്രട്ടറിമാർ അതിനകത്ത് പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മളും പങ്കെടുത്തു. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് ബസ് കയറി നേരെ കൊട്ടിയത്തിറങ്ങി. പോകുന്ന വഴിയൊക്കെ ബഹുവിശേഷമാണ്. കാരണം എല്ലായിടത്തും വലിയ റോഡ് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പണി നടക്കുന്നത് മൂലം എല്ലായിടത്തും സൈഡ് സർവീസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതെല്ലാം വെള്ളവും കയറി. എങ്ങനെയാണ് എവിടെ പോകണം ഒന്നും ഒരു പിടുത്തവും കിട്ടത്തില്ല. നമുക്ക് ഇത് ഏത് സ്ഥലമാണെന്ന് ഒന്നും അറിയാനും വയ്യ. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊട്ടിയത്തുനിന്ന് ഒരു ബസ്സിൽ കയറി അതുവഴി പോയപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വഴി പോലും അറിയാൻ വയ്യാത്ത കണ്ടീഷനായിട്ടാണ് കിടക്കുന്നത്. ചാത്തന്നൂരാണ് ഏറ്റവും അധികം പ്രശ്നത്തിൽ കിടക്കുന്നത്. മൊത്തം രണ്ട് സൈഡും എല്ലാം വെള്ളവും കയറി. റോഡ് അങ്ങ് പൊക്കവും താഴ്ചയും കുണ്ടും കുഴിയും ഗട്ടറും എന്ന് വേണ്ട ഭയങ്കര ഏറ്റവും ഒരു ട്രാജിക്കായിട്ട് കിടക്കുകയാണ് ചാത്തന്നൂർ റോഡ്. അവിടെ ഏറ്റവും വിഷയം ഗട്ടറും എല്ലാം കൂടുതലും കൊണ്ട് നമുക്ക് പേടിയാവുന്ന കണക്കാണ് ഈ കിടപ്പ് കണ്ട. വെള്ളവും കൂടെ കെട്ടുന്നത് കാരണം എല്ലാവരും പേടിച്ചു പോവും. വണ്ടിയുടെയൊക്കെ ഒരവസ്ഥ വളരെ ഗുരുതരമാണ് ഇങ്ങനത്തെ ഉള്ള റോഡിലൂടെ പോകുമ്പോൾ. അങ്ങനെ അവിടുന്ന് ചാത്തന്നൂർ വഴി ഇങ്ങനെ പരവൂർ ബസ്സിൽ ഞാൻ പോയി. ചാത്തന്നൂർ വരെ ഭയങ്കര ബസ്സുകളെല്ലാം പോകാനായിട്ട് അവിടെ എല്ലാം ഈ പ്രശ്നങ്ങൾ കാരണം. പക്ഷേ തിരുമുക്കിൽ നിന്നും പിന്നെ ബസ് ഒറ്റപ്പായക്കമാണ്. ഒറ്റപ്പാച്ചിലിൽ അങ്ങ് പരവൂരെത്തും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു വീഡിയോയും ഇന്ന് പോകുന്ന വഴിക്ക് എടുത്തില്ല. കാരണം എൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ ആരും വീഡിയോസ് ഒന്നും കാണുന്നില്ല. പിന്നെ ഇതൊക്കെ ഇട്ടിട്ട് എന്തോ കാര്യമെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇനി പുതിയ എന്തെങ്കിലും ഐറ്റം കൊണ്ട് വന്നെങ്കിലേ കാര്യം നടക്കുമെന്നാണ് തോന്നുന്നത്. ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ പുതിയ കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഇനി ഒരു രക്ഷയുമില്ല കൂട്ടുകാരെ. പിന്നെ അത് കാരണം ഒരു വീഡിയോ പോലും ഇന്ന് ഞാൻ എടുത്തില്ല. എനിക്കിന്ന് വീഡിയോ എടുക്കാനും ഒന്നും തോന്നിയില്ല. എന്നാൽ ഈ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമായി തീർന്നത് കാരണം വൈകിട്ട് വന്നിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേന്ന് വിചാരിച്ചതായി ഇവിടെ ഇരുന്ന് വീണ്ടും ഒരു വീഡിയോ ഇടുകയാണ്. അങ്ങനെ പരവൂർ ചെന്നപ്പോഴല്ലേ ഞാൻ വിചാരിച്ചത് ഈ SNVRC ബാങ്ക് ഓഡിറ്റോറിയം എന്ന് പറയുന്ന സ്ഥലം ഞാൻ വിചാരിച്ചിടത്താണെന്ന്. പക്ഷേ അതല്ലായിരുന്നു. ഞാൻ അങ്ങനെ വേറൊരു സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. ഒരു സമാജം എന്നായിരുന്നു അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അത് സമാജമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ മീറ്റിങ്ങിനൊന്നും ആരെയും കാണുന്നില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ ഒന്നും അല്ലെന്ന്. അങ്ങനെ ഞാൻ അവിടെ കിടന്നൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ അല്ല, തൊട്ടടുത്ത സ്റ്റോപ്പിലാണെന്ന്. അങ്ങനെ ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ സ്വന്തം അമ്പലം കുടുംബക്ഷേത്രം അവിടെ ആണെന്ന്. അതിൻ്റെ വീഡിയോ ഞാൻ 2 എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കാണുമെന്ന് എനിക്കറിയാം. ഒല്ലാൽ ശിവക്ഷേത്രമാണ്. അങ്ങനെ ഞാനിവിടെ അവിടെ നിന്നൊരു അല്പം ദൂരമേ ഉള്ളൂ. അപ്പോഴും തന്നെ ഞാൻ ആ ഓട്ടോയിൽ ഞങ്ങളുടെ ആ അമ്പലത്തിൽ പോയി തൊഴുതു. വല്ലപ്പോഴും വല്ല ശിവരാത്രിയുടെ അന്നോ അല്ലാതെ എന്തെങ്കിലും ഒരു അവസരത്തിൽ 1 2 വട്ടം ആയിരിക്കും ആകെ അവിടെ പോകുന്നത്. അപ്പോൾ ഇന്ന് പോയതുകൊണ്ട് രാവിലെ അവിടെ പോകാൻ കഴിഞ്ഞു. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് ഉടനെ തന്നെ ആ ഓട്ടോക്കാരൻ കൊണ്ടുവന്ന് ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ കൊണ്ടുവിട്ടു. ഉടനെ മീറ്റിംഗ് തുടങ്ങിയതേ ഉള്ളായിരുന്നു. അപ്പോഴും തന്നെ ഞാൻ അങ്ങ് അകത്ത് കയറി. സെമിനാറുകളൊക്കെ ആയിരുന്നു. ഒരു വ്യക്തിയുടെ ഒരാളുടെ മാത്രം ആയിരുന്നു സെമിനാർ. ആ പുള്ളിയാണ് കണ്ടക്ട് ചെയ്തത്. പതിച്ചു കളഞ്ഞു ഇരുന്ന്. 1-2 പോയിൻറ്റുകളല്ലാതെ ബാക്കിയെല്ലാം അത്ര രസകരമായിരുന്നില്ല. കോർപ്പറേഷനൊക്കെ പഠിച്ച സമയത്തുള്ള കുറേ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതുമൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരു സംഘത്തിനെയൊക്കെ അങ്ങ് പുകഴ്ത്തി പറഞ്ഞു. ഏതോ ഒരു ധനമന്ത്രി മുമ്പ് ഒരു ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഒരു സംഘം ആ സംഘത്തെ പോലെ കണ്ട് ബാക്കിയുള്ളവരും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ ഒരു
സ്ഥാപനത്തിലെ ഉള്ള അംഗങ്ങൾക്കെല്ലാം പിന്നെ 106 ദിവസവും 101 ദിവസവും അങ്ങനെ ഒരാണ്ടിൽ ജോലി കാണത്തുള്ളൂ. അങ്ങനെ അവർക്ക് ജോലി 365 ദിവസവും ആക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ള ഒരു ചിന്താക്കുഴപ്പമുണ്ടായി. അങ്ങനെ ആ സംഘക്കാരെല്ലാം കൂടെ ഇരുന്ന് കൂലങ്കഷമായി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർ അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചു. കൃഷി നടത്തുക എന്നതാണ് അവർ കണ്ടുപിടിച്ചത്. അതാണ് ആ സാർ ഇന്ന് സെമിനാറിൽ പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേട്ട കാര്യം ഷെയർ ചെയ്യുന്നു കൂട്ടുകാരെ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ആ സാറ് പറഞ്ഞു, അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് അവർ ഈ പോംവഴി കണ്ടുപിടിച്ചു. കൃഷിയിലേക്ക് ഇറങ്ങാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ബിഗിനിങ്ങിൽ തന്നെ അവർ എന്തൊക്കെയാണെന്നറിയാമോ, കദളിപ്പഴം, പിന്നെ പാവയ്ക്ക, ഇങ്ങനെയൊക്കെയുള്ള ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അവർ ഇഷ്ടം പോലെ കൃഷി ചെയ്തു. അന്നേരം കാണാം അടുത്ത പ്രോബ്ലം, ഇതെല്ലാം ഇതിന് വിപണി കണ്ടെത്തണ്ടേ. ഈ സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ അത് നമുക്ക് എല്ലാവരും നല്ല വിൽപ്പന നടത്തണം, അതിൻ്റെ മാർക്കറ്റിംഗ് നടത്തണം. അപ്പോൾ അതായി വിഷയം അടുത്തത്. കാരണം കദളിപ്പഴം എല്ലാം ബൾക്കായിട്ടാണ് അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത്. അങ്ങനെ